പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയങ്ങളെ, ഇന്ന് 28-ാം തീയതിയാണ് കേട്ടോ. ഞാൻ 26-ഉം 27-ഉം വ്ളോഗൊന്നും എടുത്തില്ല കേട്ടോ. കാരണം എനിക്കിത് അപ്ലോഡ് ചെയ്യാനുള്ള സമയവും സാഹചര്യവും അങ്ങോട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് പെൻഡിങ് കിടന്ന വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് 2 ദിവസം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് 28-ാം തീയതിയത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതെന്താണ് ഇനി വരുന്നതെന്നൊന്നും പറയുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോകുവാണ്. എൻ്റെ പ്രിയങ്ങൾക്ക് ഏറെക്കുറെ ചിലർക്കൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് രാവിലെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയാലേ നമുക്ക് ശരിയാവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ചിക്കൻ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ വൈകിട്ട് ചിക്കൻ റോസ്റ്റ് ചെയ്തതാണ്. അതൊക്കെ ഉണ്ടായിരുന്നു. ചായ ഇട്ടു, 2-3 ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ കഴിക്കാൻ പോവാണ് പ്രിയങ്ങളെ. കഴിച്ചിട്ട് ഞങ്ങൾ റെഡി ആവട്ടെ. ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയി. നമുക്ക് ഇച്ചിരി കൂടെ നേരത്തെയൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്. ശരീരത്തിൻ്റെ വയ്യാഴ്ച കൊണ്ട് അങ്ങ് കിടന്നു. മോനിക്കുട്ടൻ അവിടെ TV ഒക്കെ കണ്ടിരിപ്പുണ്ട്. നമ്മൾ പോകാനുള്ളതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കുന്നു. ഇനി അതെല്ലാം ബാഗിനകത്തൊക്കെ ആക്കണം. എന്നാ കഴിക്ക്, എന്നേക്ക് കമോൺ. ഓ, 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. നമ്മളന്ന് കൊച്ചോളുടെ അടുക്ക പോയി വന്നതിന് ശേഷം വീഡിയോ എടുത്തില്ല 2 ദിവസം കേട്ടോ. പിന്നെ ഞാൻ പറയാറില്ലേ പ്രിയങ്ങളെ, എനിക്ക് പെട്ടെന്ന് സ്പീഡിൽ ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്താ പറയുന്നത്, പണികളൊക്കെ ഒതുക്കി വൈകിട്ട് വന്നും ജോലികളൊക്കെ ഒതുക്കി ഒന്ന് കിടക്കുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമാണ്. പിന്നെ അങ്ങ് ഉറങ്ങിപ്പോവാണ്. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ വന്നു. അതുകൊണ്ട് വീഡിയോ എടുത്ത് വെച്ചാലും എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസം ഞാൻ വിചാരിച്ചു 2 ദിവസം അങ്ങ് പോട്ടെ. പിന്നെ നമുക്ക് റെഗുലറായിട്ട് ഇനിയിപ്പോൾ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരം. അപ്പോൾ നാളത്തെ വിശേഷം എന്തായാലും എൻ്റെ പ്രിയങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹരിപ്പാട് പോവാണ്. സുചേച്ചിയുടെ മോടെ കല്യാണം, മാളുവിൻ്റെ കല്യാണമാണ് നാളെ 29-ാം തീയതി. അപ്പോൾ ഞാനും മോനുകുട്ടനും പോവാണ്. ഇന്നവന് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. എക്സാം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ദിവസം ആണ് ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കല്യാണം കൂടിയിട്ട് പോകാമായിരുന്നു. പിന്നെ അത് പറ്റത്തില്ലല്ലോ. അങ്ങനെ മുത്ത് പോയതുകൊണ്ട് ഞാനും മോനുകുട്ടനും, ഞങ്ങളുടെ കൂടെ കൊച്ചോള് വരുന്നതുകൊണ്ട് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് അങ്ങോട്ട്. പിന്നെ ജാനിക്കുട്ടിയും കുഞ്ഞോനും ഒക്കെ അവരൊക്കെ വൈകിട്ടോ അല്ലെ നാളെ രാവിലെയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അമ്മ ഞങ്ങളുടെ കൂടെ വരുന്നില്ല. അവർ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ വന്നേക്കും, ഉറപ്പൊന്നുമില്ല. മുത്തുണ്ടായിരുന്നെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തന്നേനേയും, അതൊരു ഹെൽപ്പായിരുന്നു. പക്ഷേ എനിക്കത് പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം നമ്മളവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമല്ലോ. അതുകൊണ്ട് പറ്റുന്ന പോലൊക്കെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം എന്നാണ് പ്രതീക്ഷ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ച് റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് വിശേഷങ്ങളൊക്കെ പറയാം. കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്ത് വെച്ചേക്കുവാണ് പ്രിയങ്ങളെ. ഇനി ഇതെല്ലാം ബാഗിനകത്ത് ആക്കണം. ഇത് നമുക്ക് കല്യാണത്തിൻ്റെ അന്നൊക്കെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇതിനകത്തിരിക്കുന്നു. അത് പിന്നെ വീട്ടിലിടാനുള്ളത്. ഇനി ഇത് മോനുകുട്ടൻ്റെ ഷൂ, അത് ഇട്ടുകൊണ്ട് പോകുന്നില്ല, അല്ലാത്ത ചപ്പലാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. ഞങ്ങൾ ഇന്നിപ്പോൾ പോകാൻ നേരത്ത് ഇടാനുള്ള ഡ്രസ്സ് അത്. പിന്നെ എൻ്റെ ഓർണമെന്റ്സ്, പിന്നെ പൊട്ട്, ഇതെല്ലാം എടുത്ത് വെച്ചേക്കുവാ കേട്ടോ. ഒരു ലോഡ് മരുന്ന്, നമ്മുടെ മരുന്നില്ലാതെ നമുക്ക് ജീവിതമില്ലല്ലോ. അതുകൊണ്ട് അതെല്ലാം എടുത്ത് വെച്ചു. അപ്പം ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ. മോനുകുട്ടൻ കുളിക്കുന്നേ. ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ് പ്രിയങ്ങളെ. കൊച്ചോളവിടെ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ 2 വീലറിലാണ് പോകുന്നത്. വെയില.
അമ്മയുടെ ചെരുപ്പ് എടുത്തില്ല, ചെരുപ്പ് എടുത്തോണ്ട് വരട്ടെ. മോശം. ഞങ്ങളപ്പോൾ പോയേച്ചും വരാം, കല്യാണം കൂടിയേച്ചും വരാം. ഇല്ലേ മോനിക്കുട്ടൻ? മോനിക്കുട്ടൻ റെഡി പണിയായിട്ട് നിൽക്കുക പോവാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങി ടൗണിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ചോറുണ്ട്. മാമി ചോറ്, ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, പച്ചമോര്, മീൻ വറുത്തത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. ഇനി ബസ് പിടിക്കണം. മോനിക്കുട്ടൻ മുന്നേ പോകുന്നുണ്ട്. എന്താ അവന് അത് വേണ്ടത്? അങ്ങനെ നമ്മൾ ഹരിപ്പാടെത്തിയെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഈ റെയിൽവേ ട്രാക്കും അത് കഴിഞ്ഞുള്ള എൻ്റെ സ്കൂളുമാണ്, ബദനി ബാലിക മഠം. കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ ഞാനിത് പറഞ്ഞപ്പം കുറേ പേര് അവിടെ പഠിച്ചവരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഗേറ്റ് കടന്ന് ഈ ക്ലാസ് റൂമിലോട്ടൊക്കെ പോകുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഒരു പെട്ടിയൊക്കെ തൂക്കി. ഹരിപ്പാട് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് നമ്മളിങ്ങി വന്നു. ഇവിടെ നല്ല അടിപൊളി സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. സുചിച്ചിട്ട് വീടൊക്കെ പെയിൻ്റ് അടിച്ച്, പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി സുന്ദരിമണികളായിട്ടിരിക്കുകയാണ്. ചെക്കൻ കൂട്ടിൽ വരുന്നുണ്ട്. പുടവ കൊടുക്കുന്നത് ഇന്നാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ചടങ്ങ്. അതെന്താ അങ്ങനെയെന്നൊന്നും ചോദിക്കരുത് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ ഞാൻ കഴിച്ചു. ആളും ബഹളമൊക്കെ ആകുമ്പോഴത്തേക്ക് തിരക്കണ്ടല്ലോ എന്നോർത്തിട്ട്. മാളുക്കുട്ടി ഫോട്ടോഷൂട്ടിലാണ്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ചുമ്മാ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. മാളു ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയണം. സുചേച്ചി തയ്ച്ചെടുത്തതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻ്റ് ഇടണേ. കളറും ഡ്രസ്സും ഒക്കെ എങ്ങനെയുണ്ടെന്നേ.
ഉം. ഞാൻ പുതിയത് എടുത്തോളാം, എനിക്ക് വയ്യ. മാറ്റിട്ട് ഇവിടെ സൂര്യേച്ചിയുടെ വീടൊക്കെ പെയിന്റ് അടിച്ച് സുന്ദര കുട്ടപ്പിയാക്കിയിട്ടേക്ക. പക്ഷെ വീഡിയോ എടുക്കാനൊന്നും ഉള്ള സൗകര്യമില്ല കേട്ടോ, എല്ലാരും ആളും ബഹളവും ഒക്കെയാണ്. അപ്പൊ ഇത് നമ്മുടെ മാളുക്കുട്ടിയുടെയും കൊച്ചുമാളുവിന്റെയും റൂമായിരുന്നു. അതിന്റെ ഒരു ഭിത്തിയൊക്കെ നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഉണ്ട്, കഴിക്കാത്തവർക്ക് കൊടുത്തു വിടുന്നു. കുറച്ച് പേരൊക്കെ കുക്കു വന്നില്ലയോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അവർ രാത്രിയിലാണ് വന്നത്. കുക്കു ജോലിക്ക് പോകുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് അവർ വന്നത് കേട്ടോ. 9 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ചെക്കൻകൂട്ടൻ എത്തുന്നതിന് മുമ്പ് തന്നെ വന്നേ. അകത്താ ഇതെന്തുവാ ഇത്?
കുഞ്ഞോ അയ്യോ ചിരിക്കുന്ന മോന് കഴിച്ചോ? മോനെ കഴിച്ചോ? ഇരട്ട കുട്ടികൾ നിൽക്കുന്നുണ്ട്. സത്യം അതെ, അവർ രണ്ടുപേരുടെ നിൽക്കുന്ന കണ്ട കഴിഞ്ഞാൽ കണ്ട ഒരേ കണക്ക്. ശരിയാ, ഹെയർ സ്റ്റൈലും ഒന്ന് ഓടണം. ഇതിനങ്ങനെ മാസ ശമ്പളമാണോ അതോ? അതാ കുഴപ്പമില്ല. അങ്ങനെ പുടവ കൊടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് ചെക്കൻ കൂട്ടർ പോവാണ്. ശ്രീമോ എന്നാണ് ചെക്കൻ്റെ പേര്. ഞങ്ങളുടെ ബന്ധു തന്നെയാണ് കേട്ടോ. കൊല്ലത്താണ് വീട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരൊക്കെ തന്നെയാണ്. അപ്പോൾ അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ സിനിമയിൽ പറയുന്ന പോലെ പെണ്ണ് വീട്ടുകാരുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കത് കാണാനുള്ള അവസരമുണ്ട് പ്രിയങ്ങളെ.
കുറച്ച് മുമ്പ് വരെ ഈ മുഖം എങ്ങനെയായിരുന്നു? ആടെ ആ പറഞ്ഞ അഴിച്ചെറിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ടൊരാളിരിക്കുന്നു. എനിക്ക് മൈലാഞ്ചി ഇടാൻ പോവാ. ഇവിടെ എൻ്റെ കയ്യിലുണ്ടോ കൊച്ചെ? ആ എൻ്റെ കൊച്ചിൻ്റെ കയ്യിലുണ്ടല്ലേ? ഞാനും കൊച്ചോളും മൈലാഞ്ചി ഇടട്ടെ. കലാപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ക്ഷീണിച്ചിരിക്കുവാണ്. ഇനിയുള്ള സ്ഥലത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ മാറിക്കിടന്ന് ഉറങ്ങണം. രാവിലെ എഴുന്നേൽക്കാനുള്ളതാണ്. ഇവിടെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പേപ്പർ ഗ്ലാസും വേസ്റ്റും ഒക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതൊക്കെ വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ചേട്ടന്മാരൊക്കെ അങ്ങോട്ട് പോയേക്കുന്നത്. ഇതിനകത്തെല്ലാം വേണ്ടപ്പെട്ടവരെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. എൻ്റെ ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും ഉണ്ട്. മാമന്മാരും മാമിമാരും. പിന്നെ ഞങ്ങളുടെ കൂടെ അച്ചാർ ഉപ്പിയായിട്ട് ഡാൻസ് കളിച്ചത് എൻ്റെ മാമിയാട്ടോ, ഗീതം മാമി. സരസമാമിയെ പിടിച്ചിറക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മാമിക്ക് വയ്യാഞ്ഞുകൊണ്ട് ഞങ്ങൾ വെറുതെ വിട്ടതാണ്. അപ്പോൾ അവർ ദേ സ്റ്റേജിൽ തന്നെ കിടന്നങ്ങ് ഉറങ്ങുകയാണ്, അമ്മയും മോനും ഒക്കെ. ഞങ്ങൾ ദേ മൈലാഞ്ചി ഇടാൻ ഇങ്ങോട്ട് വന്നിരുന്നതാണ്. ഇതൊക്കെ ഇട്ട് റെഡിയാക്കി രാവിലെ നമുക്ക് തകർക്കേണ്ടതല്ലേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ എഡിറ്റിംഗ് എനിക്ക് പറ്റാഞ്ഞത് കൊണ്ടാണ് കല്യാണ വീഡിയോ ഒക്കെ താമസിച്ചത്. എല്ലാ പ്രിയങ്ങളും ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ഫംഗ്ഷന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര പേരാണെന്നറിയാമോ വീഡിയോ കാണുന്നവരൊക്കെ വന്ന് സ്നേഹത്തോടെ മിണ്ടി പറഞ്ഞു പോയത്. ഷാജിയണ്ണൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് ദണ്ടിപ്പം അങ്ങോട്ട് പോയത് കേട്ടോ. വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷം തോന്നി. എല്ലാവരും ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമേ ഉള്ളൂ. ഒരുപാട് സ്നേഹം അങ്ങനെ വന്ന് മിണ്ടിയവരോടെല്ലാം കേട്ടോ. അന്നേരത്തെ തിരക്കിനിടയിൽ ചിലപ്പോൾ നമുക്ക് അധികം നേരം സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ എൻ്റെ അടുക്ക് ഓടി വന്നത് വലിയ സന്തോഷമാണ്. പിന്നെ ദേ ക്ലീൻ ചെയ്യാൻ ഇവിടെ വേറെ ആൾക്കാരെ ഒന്നും വിളിക്കണ്ട. ഇവിടുത്തെ കാർന്നോര് ദേ ഇറങ്ങിയിട്ടുണ്ട് വൃത്തിയാക്കാൻ. മണി 12:30 ഒക്കെ കഴിഞ്ഞ് എല്ലാവരും എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ കിടന്നുറങ്ങി. കല്യാണ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിലിടാം. എൻ്റെ പ്രിയപ്പെട്ടവർ കാത്തിരിക്കുന്നവർ ക്ഷമിക്കണം, ഉടനെ ഇടാം കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.